ഇപ്പോൾ നമ്മോടൊപ്പം കെ ശൈലജ ടീച്ചർ കൂടി ചേരുന്നുണ്ട്. ടീച്ചർ, ഇപ്പോൾ ഈ പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതായത് ഒരു ദിവസം വന്ന് ഒരു നോട്ടീസ് പതിപ്പിച്ച് ഇനി കുടുംബാരോഗ്യ കേന്ദ്രമില്ല, ഡോക്ടർമാരില്ലാത്തതിനാൽ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടുന്നുവെന്ന് ഒരു ബോർഡ് വയ്ക്കുന്നു. ഇതുവരെ കേരളത്തിൽ ഒരു കാണാത്തൊരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കേരളത്തിലെ ആരോഗ്യ മേഖല താറുമാറാകുന്ന ഒരു സാഹചര്യമാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലമൊന്നും ഇത്തരത്തിൽ ഒരു ഡോക്ടർമാരില്ല എന്നൊരു പേരിൽ ഇതുവരെയും ഒരു ആശുപത്രിയും അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണേണ്ടി വന്നിട്ടില്ല. എന്തൊരു കഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര പ്രതീക്ഷയോടുകൂടിയാണ് PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി ഒരു ഡോക്ടർക്ക് പകരം 3 ഡോക്ടർമാരുടെ സേവനം അവിടെ ഉറപ്പുവരുത്തി വൈകുന്നേരം വരെ OP ആയി എല്ലാ ഫാമിലി ഹെൽത്ത് സെന്ററിലും ലബോറട്ടറി സൗകര്യം ഏർപ്പെടുത്തി ഏറ്റവും ആധുനികമായി FHCകളെ മാറ്റുന്നതിനുള്ള നടപടികളാണ് LDF ഗവൺമെന്റ് സ്വീകരിച്ചത്. അത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് രോഗപ്രതിരോധം ഉറപ്പുവരുത്താനും സാധാരണക്കാർക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ടുള്ള എല്ലാ ചികിത്സയും കിട്ടുന്നതിനും വേണ്ടിയാണ് ഫാമിലി ഹെൽത്ത് സെന്റർ സമ്പ്രദായം കൊണ്ടുവന്നത്. അതിപ്പോ അടച്ചുപൂട്ടുന്നു എന്ന് പറയുന്നത് എനിക്കത് വല്ലാത്തൊരു മനപ്രയാസം ഉണ്ടാക്കുന്നു. കാരണം അതൊരു സ്വപ്ന പ്രോജക്റ്റ് ആയിരുന്നു LDF ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം. അത് നശിപ്പിക്കുകയാണ്. ആരോഗ്യ മേഖലയിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അധികൃതർ നന്നായിട്ട് പരിശോധിക്കണം. ജനങ്ങളെ കഷ്ടത്തിലാക്കരുത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിന്റെ പ്രൈമറി ഹെൽത്ത് സിസ്റ്റമാണ്. അവിടെ വെച്ച് രോഗപ്രതിരോധം അടക്കം ഉണ്ടാകേണ്ട സ്ഥലമാണിത്. അതിനെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും ആക്സസിബിളായി ഏറ്റവും ആധുനികമായി തുറന്നു കൊടുക്കുന്നതിനാണ് LDF ഗവൺമെന്റ് പരിശ്രമിച്ചത്. അതിന്റെ ഗുണഫലം കോവിഡിന്റെ കാലത്തൊക്കെ നമുക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി ഇടപെട്ട് ആ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്ത് അവിടെ ആളുകൾക്ക് വൈകുന്നേരം വരെ OP ലഭ്യമാകുന്ന രീതിയിൽ എല്ലാ മരുന്നുകളും ലഭ്യമാകുന്ന രീതിയിൽ ആശുപത്രി തുറക്കണം. ആരോഗ്യ മേഖലയോട് മാത്രം ഇത്തരം അവഗണന പാടില്ല. ഇത് മനുഷ്യന്റെ ജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇടപെടണം ഗവൺമെന്റ്. എന്തായി സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു ഉത്കണ്ഠ തോന്നുകയാണ് ശരിക്കും. ടീച്ചർ ഉദ്ഘാടനം ചെയ്ത ആശുപത്രി കൂടിയാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഉദ്ഘാടനം ചെയ്ത ആശുപത്രി കൂടിയാണ് ഈ പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം. നേരത്തെ അവിടെയുള്ളവർ സൂചിപ്പിച്ചതുപോലെ ദിവസം ഒരു 100-300 OPകൾ വരുന്ന ഒരു ആശുപത്രിയാണ്. നിരവധി ഉന്നതികൾ അവിടെയുണ്ട്. അവിടെയുള്ള സാധാരണക്കാരെല്ലാം ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയാണ്. അവരൊക്കെ ഇനി 10-22 കിലോമീറ്റർ താണ്ടി വേണം മറ്റൊരു ആശുപത്രിയിലേക്ക് എത്താൻ. ഈ ആരോഗ്യ മേഖലയിലുള്ള ആരോഗ്യ മേഖലയ്ക്കെതിരെ അല്ലെങ്കിൽ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആരോഗ്യ മേഖലയ്ക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. വളരെയേറെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒന്നാണ് ആരോഗ്യവകുപ്പ്. കാരണം ഇത് ജനങ്ങളുടെ ദൈനംദിന ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഈ ആരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാവപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വലിയ സഹായം ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് അത് ആധുനീകരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത്. അത് വലിയ ഉപകാരം നാട്ടുകാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊരു സന്തോഷമായിരുന്നു ജനങ്ങൾക്ക് ഈ FHCകൾ നമ്മൾ ഓരോന്നും തുറക്കുന്ന സമയത്ത്. അതിനെയാണ് ഇപ്പൊ നശിപ്പിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഇതിനെ ചോദ്യം ചെയ്യണം. ആരോഗ്യ മേഖലയെ നശിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മൾ അത്ര പ്രയാസപ്പെട്ടിട്ടാണ് ആരോഗ്യ മേഖലയെ ഏറ്റവും ശക്തമായ ഒന്നാക്കി മാറ്റിയത്. എനിക്ക് ഓർമ്മയുണ്ട് 2016 ഞാൻ ആരോഗ്യമന്ത്രിയാകുന്ന സമയത്ത് ആകെ രോഗികളുടെ 33% മാത്രമാണ് ഗവൺമെന്റ് ആശുപത്രിയിൽ വന്നിരുന്നത്. അവിടുത്തെ സൗകര്യക്കുറവായിരുന്നു പ്രധാന കാരണം. എന്നാൽ 2020 ആകുമ്പോൾ തന്നെ 50%-ലേറെ ആളുകളാണ് സർക്കാർ ആശുപത്രിയിൽ നിന്ന് ആശ്രയിക്കുന്നത്. കാരണം അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി, അവിടെ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്തു, നഴ്സുമാരെ പോസ്റ്റ് ചെയ്തു. ആദ്യത്തെ തവണ 730 പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ കുടുംബാരോഗ്യ കേന്ദ്രമാകുന്ന ഒന്നാമത്തെ സെറ്റ് ആദ്യത്തെ ഫേസിൽ 830 പോസ്റ്റാണ് അന്ന് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നഴ്സുമാർ, ഡോക്ടർമാർ, ഫാർമസിസ്റ്റുകൾ, ലാബ് ടെക്നീഷ്യന്മാർ ഈ തസ്തിക സൃഷ്ടിച്ച് അവിടെ ഡോക്ടർമാരെ പോസ്റ്റ് ചെയ്തിട്ടാണ് ഫാമിലി ഹെൽത്ത് സെന്റർ തുടങ്ങിയത്. അതുപോലെ പിന്നീട് അങ്ങോട്ട് നമുക്ക് 1000-ഓളം PHCകൾ ഉണ്ടല്ലോ. അതിനകത്ത് 800-ലേറെ PHCകൾ കുടുംബാരോഗ്യ കേന്ദ്രമായി ഇപ്പൊ മാറിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ക്രമേണ മാറേണ്ടതാണ്. പക്ഷെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച PHCകൾ പോലും ഈ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 2 മാസം തികയുന്നതിന് മുമ്പേ അടച്ചിടുന്നു എന്നുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ്. ആരോഗ്യ വകുപ്പിനെ നന്നായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതികരണം കൂടി വരണം ഇങ്ങനെയുള്ള ചെയ്തികൾക്കെതിരായിട്ട്.
ശരി ടീച്ചർ, ഈ അവസരത്തിൽ നമ്മോട് പ്രതികരിച്ചതിന്.